ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കാം. പ്രൊട്ടസ്റ്റാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ എതിർക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ അടിച്ചമർത്തി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, മറ്റുള്ളവരെ ഭയന്നിരുന്ന കാര്യങ്ങൾ, നിങ്ങളെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ കയ്യിലാണെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റത്തിൻ്റെ സമയമായി എന്ന് സ്വയം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വിപ്ലവം ഉണ്ടാക്കേണ്ട സമയമായി എന്ന് സ്വയം നിങ്ങൾക്ക് തോന്നുന്നൊരു സമയമാണ്. അത് എവിടെയായിരുന്നാലും ഈ ഒരു സമയം നിങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് വീട്ടിലാകാം, ഓഫീസിലാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലാകാം, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ആകാം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മാറ്റേണ്ട കുറേ കാര്യങ്ങൾ മാറ്റാനുള്ള സമയമായി. ഇതൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് വന്ന ഒരു മെസ്സേജാണ്. അപ്പം നിങ്ങൾ സ്വയം മാറാൻ സമയമായി എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടി വരുന്ന ആൾക്കാരുടെ എനർജി. അപ്പോൾ അവർ ഈ ഒരു സമയം നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഞാനിത് എത്ര കാലം കൊണ്ട് ഇത് സഹിക്കുന്നു എന്നാണ്. പക്ഷെ ഇത് പെട്ടെന്നൊരു ദിവസം നിങ്ങളൊരു റെവല്യൂഷന് പോകാതിരിക്കുക. മാറ്റം എന്ന് പറയുന്നത് വളരെ പതിയെ ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറ്റം തുടങ്ങുക. അപ്പോൾ അത് നിങ്ങളുടെ ശരീരത്തോടായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് അവനവൻ തന്നെ ചെയ്യേണ്ട ചില കാര്യമായിരിക്കാം. നിങ്ങൾ ഓവർ ഈറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരോ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരോ ഒക്കെ നിങ്ങളോടൊരു മാറ്റം ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളിലൊരു മാറ്റം വരുത്തേണ്ട സമയമായി എന്ന് വീണ്ടും ഈ കാർഡ് നിങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് ചിലപ്പോൾ ചില പ്രസ്ഥാനങ്ങളോടാകാട്ടോ. അതുകൊണ്ട് ഇത് കുറേ ആൾക്കാർ ഇത് നിങ്ങളുടെ അതേ ഒരു വൈബ്രേഷനുള്ള കുറേ ആൾക്കാരുമായിട്ട് നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു മാറ്റം അനിവാര്യമാണ് ഈ ഒരു സമയം. അത് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. മ്യൂറലാണ്. ഇത് വീണ്ടും സെയിം ആണ്. ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. ബി യുവർ ഓൺ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആയിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. എപ്പോഴും അങ്ങനെ ആയിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ സഫർ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ, വൈഫിനെ, കുട്ടികളെ, നമ്മളുടെ ഉത്തരവാദിത്വങ്ങളെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് പറയുന്നതല്ല ഇത്. മറിച്ച് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നമ്മളുടെ ആഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളാണത് ചെയ്യുന്നത്, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് സഫർ ചെയ്ത് നമ്മൾ കുട്ടികൾക്കും കുടുംബത്തിനും മറ്റും വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എപ്പോഴൊക്കെയോ മറന്നുപോയ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ചെയ്യാൻ പണ്ട് ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, പാട്ട് പാടാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്ത് റിസ്ക് എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മളല്ലാതെയായി വേറൊരു വ്യക്തിത്വമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. നിങ്ങളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളായിരിക്കണം.
നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക, നിങ്ങളുടെ സന്തോഷങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൂടി വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് നല്ല ഡ്രസ്സുണ്ട്, നമുക്ക് നല്ല ഭക്ഷണമുണ്ട്. ഈ ഡ്രസ്സും ഭക്ഷണവും മാത്രമല്ല നമ്മളുടെ പ്രയോറിറ്റി. അതിലുപരി നമ്മളുടെ സോള് പണ്ട് ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് കൊതിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. ഈ ഒരു സമയം നമ്മൾ ബാക്കി കാര്യങ്ങളിൽ പെട്ടുപോയി, മുങ്ങിപ്പോയി, നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. പലർക്കും ആ ഇഷ്ടങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കാം. നമ്മൾ എന്താണ് ആഗ്രഹിച്ചിരുന്നത്, നമ്മളുടെ ഇഷ്ടങ്ങൾ എന്തായിരുന്നു, അതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ. അപ്പോൾ ആവശ്യമില്ലാതെ നിരാശ വരും നമുക്ക്. കാരണം ഒന്നും കാണൂല. ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ചിന്ത വരും. ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി കിട്ടൂല. എന്നാൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് നോക്കിയാൽ എൻ്റെ മുന്നിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊരു ചിന്തയും നമുക്ക് വരും. കാരണം ആൾറെഡി നമ്മളുടെ മുന്നിൽ നമുക്ക് കണ്ടെത്തുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളുടെ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. അതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. റെഡാണ് വന്നിട്ടുള്ളത്. ഫൊർഗീവ് ചെയ്തെടുക്കുക. പാസ്റ്റിൽ നമ്മളോട് ചെയ്ത ചതികൾ, നമുക്ക് പറ്റിപ്പോയ മിസ്റ്റേക്സ്. ഇപ്പം കുറേ ആൾക്കാർക്ക് ഇതൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. എന്നായാലും ഞാൻ അങ്ങനെ ചെയ്തല്ലോ, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ. ചിലപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കാം, അറിഞ്ഞോ അറിയാതെയോ. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടും ചെയ്യും കേട്ടോ. നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് അത്രയും അറിവില്ലാത്ത സമയത്ത് പല മിസ്റ്റേക്സും ചെയ്യും. പക്ഷെ അതിപ്പോഴും നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നാണക്കേടാണ്. അയ്യോ, എന്നാലും അന്ന് ഞാൻ അങ്ങനെ ചെയ്തല്ലോ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ കുറേ ഘട്ടങ്ങളുണ്ട്. തെറ്റ് ചെയ്യേണ്ട സമയങ്ങളുണ്ട്, അത് തിരിച്ചറിയേണ്ട സമയങ്ങളുണ്ട്, അതിന് മാപ്പ് കൊടുക്കേണ്ട സമയമുണ്ട്, നമ്മളുടെ സോൾ വേറൊരു ലെവലിലേക്ക് എത്തേണ്ട സമയമുണ്ട്. ഇത് സോളിൻ്റെ ഒരു യാത്രയാണ്. യാത്രയെന്ന് പറയുന്നത് ഒരിക്കലും സ്ട്രെയിറ്റ് റോഡിലൂടെ അല്ല നമ്മൾ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോണത്. നമ്മളത് വളഞ്ഞും ചുറ്റിയും കുന്ന് കയറിയും ചുരമിറങ്ങിയും ഒക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും നമ്മളുടെ യാത്രയിൽ എപ്പോഴും സ്ട്രെയിറ്റ് റോഡാണ് കാണുന്നത്. ഒരിക്കലും അവിടെ കുന്നും കുഴിയൊന്നും ഇല്ല. അപ്പോൾ ശരിക്കും ദുർഘടമായ യാത്രകളുണ്ടാകും, ഈസി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും നമുക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ ചിലപ്പം ദുർഘടമായ യാത്രയിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കാൻ നമുക്ക് തന്നെ തോന്നും. അപ്പോൾ നമ്മളൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ അത് വലിയ മിസ്റ്റേക്കായിട്ട് നമ്മൾ ഇപ്പോഴെല്ലാം പരിശുദ്ധരാണ്, നമ്മൾ വിശുദ്ധരാണ്. അപ്പം നമ്മൾ അന്ന് ചെയ്തത് തെറ്റായിപ്പോയി. നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോഴാണ് ആ കാര്യം തിരിച്ചറിയാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടിയത്. അറിവും വിവേകവും നമുക്ക് കിട്ടിയത് ഈ സമയമാണ്. അപ്പോൾ എന്തിനാണ് പാസ്റ്റിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മളോട് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്? മനസ്സിലാക്കുക, എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് സ്പിരിച്വലായിട്ടുള്ള മനുഷ്യരെല്ലാവരും തന്നെ മിസ്റ്റേക്കുകൾ ചെയ്ത് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തിരിച്ചറിവുണ്ടായി മാറി വന്ന ആൾക്കാരാണ്. കാരണം അത് സോളിൻ്റെ യാത്രയാണ്. സോളിനൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് മനസ്സിലാക്കുക. ആ എക്സ്പീരിയൻസ് കിട്ടി നമുക്കൊരു തിരിച്ചറിവാണ് അവിടെ നിന്ന് ഉണ്ടായതെന്ന് മനസ്സിലാക്കുക. നമ്മളോട് സ്വയം നമ്മൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക, മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുക്കാത്ത ആൾക്കാർ ഇന്നത്തെ ദിവസം ആ ഒരു മാപ്പ് കൊടുക്കണം എന്നുള്ളതാണ് കാണുന്നത്. വോയേജാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് കാണുക. ഇതൊരു മാർഗരേഖയാണ്. അപ്പം നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും പുറത്താണ് തിരക്കണത്. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ പുറത്തുള്ള ഗൈഡൻസ് അല്ല, ഈ ഒരു സമയം നമ്മളുടെ ഉള്ളിലുള്ള ഗൈഡൻസ് ആണ് എടുക്കേണ്ട. കാരണം നമ്മൾക്ക് മാത്രമേ നമ്മളുടെ ബലഹീനതകളും നമ്മളുടെ ശക്തിയും നമ്മളുടെ ദൗർബല്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുന്ന നമുക്ക് മാത്രമേ ഉള്ളൂ. നമുക്കൊരിക്കലും നിങ്ങളുടെ പൂർണ്ണമായ ഒരു ബലഹീനത നിങ്ങൾക്ക് ഒരാളിനോടും പറയാൻ പറ്റില്ല. അതിനനുസരിച്ചുള്ളൊരു ഗൈഡൻസ് ഒരാളിനും തരാനും പറ്റില്ല. ഒരു ഓവറോൾ എനർജി എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഗൈഡൻസ് തരുന്നത്. അല്ലാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈവൻ ഒരു റീഡിങ്ങിലായപ്പോൾ ഒരു 70% ചെയ്യാൻ പറ്റുമായിരിക്കും, ബാക്കി 30% നിങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു
ഒരു കാര്യം അതുമായിട്ട് നമ്മൾ ആ സോളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ട് ഇരുന്നാൽ നമുക്കറിയാം നമ്മൾ പോകേണ്ട വഴി ഏതാണ്. അപ്പോൾ അതൊന്ന് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഇന്ന് കാണുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു ദിവസമായിരിക്കും. നമുക്ക് നോക്കാം. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അത് ചെയ്യാൻ കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കാര്യം, അത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു യോഗ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ശരീരമൊന്നും അത്ര വഴങ്ങുന്നുണ്ടാവില്ല. പക്ഷേ എന്നാലും നിങ്ങളത് ശ്രമിക്കുന്നുണ്ട്. എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അത് നിങ്ങൾ കൂടുതൽ 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 പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇത് വർക്കുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു ഹാർഡ് വർക്ക്. ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു എന്നാണ് കാണുന്നത്. 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിലും അതാണ് കാണുന്നത്. നിങ്ങൾ ആരുടെയെങ്കിലും സപ്പോർട്ട് തേടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു ഗൈഡൻസിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആരുടെയെങ്കിലും സപ്പോർട്ട് അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഗൈഡൻസ് എടുക്കണോ വേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. നിങ്ങൾ സ്വയം ചിലപ്പോൾ മാറാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. കുറേ ആൾക്കാർ ഗൈഡൻസ് എടുത്തിട്ടും അതിനൊരു തൃപ്തി ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ഗൈഡൻസ് എടുത്തിട്ടുണ്ടായിരിക്കാം, പലരുമായിട്ടും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം, അല്ലെ അതിനൊരു പൂർണ്ണതയില്ല. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങളൊന്നും നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതല്ല എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ആയിട്ട് ഒരു പകുതിയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം, പക്ഷെ ബാക്കി ആ ഒരു ഫില്ലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഇന്നത്തെ ദിവസം. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാലോ, ഒരു ഗൈഡൻസ് എടുത്താലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആരോടെങ്കിലും ഒരു സഹായം ചോദിച്ചാലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. 7 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് നിങ്ങൾക്ക് ആരോടോ ജയിക്കണം എന്നൊരു തോന്നൽ ഇന്നത്തെ ദിവസമുണ്ട്. ഒന്നുകിൽ നിങ്ങളെ തോൽപ്പിച്ച ആൾക്കാരോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പാസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ച ആൾക്കാരോടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളോട് ആരെങ്കിലും മത്സരിക്കുന്നവരോട് ജയിക്കണം എന്നുള്ളൊരു തോന്നൽ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കാം. അത് ആരാകട്ടെ, എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട. നമ്മൾ ജയിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ജയിക്കാൻ ശ്രമിക്കാതിരിക്കുക. നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളെപ്പറ്റി ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ വാക്കുകളൊക്കെ സൂക്ഷിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഏറ്റവും അടുത്ത ആൾക്കാർ പോലും നിങ്ങളെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം. നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു വരുന്ന കാര്യം പോലും മറ്റൊരാൾ കേൾക്കുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉദ്ദേശമായിരിക്കില്ല, ആ ഒരു അർത്ഥമായിരിക്കില്ല അവരെടുക്കുന്നത്. അപ്പോൾ ഇന്ന് അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എംബ്രറിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളായിട്ട് നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങളുടെ കസേരയിൽ ഇരിക്കണം. അല്ലാതെ അതിന് ഒരിക്കലും ഒന്ന് താഴെ ഇറങ്ങി ഇരുന്ന് കൊടുക്കാമെന്ന് വിചാരിക്കരുത്. പിന്നെ നിങ്ങളെ ആരെങ്കിലും ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്ന സമയം ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും, ഇത്രയും റെസ്പെക്റ്റൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് മൂല്യം തരുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മളുടെ മൂല്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എപ്പോഴും ഇതിനകത്ത്. പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. കാരണം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ കൺഫ്യൂഷനായിരിക്കുന്ന ആൾക്കാർക്ക്
നിങ്ങളുടെ മൂല്യം സ്വയം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയാൻ പോകുന്നൊരു സമയമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആൻസേഴ്സ് എന്ന് നേരത്തെ കണ്ടു. നമ്മൾ എന്താണെന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം ആ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ചോദിക്കുക. അപ്പം ഇത് മറ്റുള്ളവർ പറഞ്ഞ് മാത്രമല്ല നമ്മൾ അറിയേണ്ടത്, നമ്മൾ എന്താണെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കണമെന്നാണ്. നമ്മളോട് തന്നെ ചോദിച്ച് ആ ഒരു പ്രൗഡ് മൊമെൻ്റ് ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാലം ചിലപ്പോൾ നമ്മളായിരിക്കും നമുക്ക് വലിയ മൂല്യം കൊടുക്കാത്തത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എന്താണെന്ന് ആലോചിച്ച് അത് പ്രൗഡായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈഗോ പാടില്ല എന്നും കൂടി ഉണ്ട്. സ്റ്റാറാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാർഡം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അപ്പിയറൻസിലായിരിക്കും. ഇതിപ്പോൾ ഇടയ്ക്ക് എല്ലാ റീഡിങ്സിലും ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങളുടെ അപ്പിയറൻസിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപഭാവങ്ങളിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഹെയർ സ്റ്റൈലായിരിക്കാം, നിങ്ങളുടെ ഫിഗർ ആയിരിക്കാം, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, നിങ്ങളുടെ നിറമായിരിക്കാം. അപ്പം ഇത് നിറം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പാസ്റ്റിലെ നിറമായിരിക്കില്ല കേട്ടോ ഇപ്പം, അതാണ് പറഞ്ഞത്. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹവും പ്രണയവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അത് നിങ്ങളോട് ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് നമ്മുടെ അപ്പിയറൻസിൽ നമ്മൾ മാറ്റം വരുത്തുന്നത്, നമ്മളോടൊരു സ്നേഹം കൂടുമ്പോഴാണ്. പല ആൾക്കാർക്ക് അത് നമ്മളോട് സ്നേഹം വരണമെങ്കിൽ നമുക്കൊരു പ്രണയം വരണം. ആ പ്രണയം വരുമ്പോഴാണ് നമ്മുടെ എല്ലാ നമ്മളെ ഏറ്റവും നല്ല വെർഷൻ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത് ഒരു പ്രണയം വരുമ്പോഴാണ്. അപ്പോൾ അതുവരെ ഇതെവിടെ പോയിരുന്നെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഒരു രൂപഭാവത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഒരു സ്റ്റാർഡം ഉണ്ടാകുന്നു, നിങ്ങളുടെ പാസ്റ്റിലെ വിഷമങ്ങളൊക്കെ ഹീൽ ചെയ്യുന്നു, നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ പുതിയ ചാൻസ് നിങ്ങൾക്ക് വന്നേക്കാം, നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആളുകൾ വന്നേക്കാം ഇന്നത്തെ ദിവസം. അപ്പോൾ പൊതുവെ വളരെ നല്ല ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും കമൻറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.